Hey everyone, Supply Chain Challenge in the പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ Supply Chain Designന്റെ ഏഴാമത്തെ വീഡിയോയാണ്. In today's video, we will be discussing the fundamentals of mathematical models. അപ്പം നിങ്ങൾ ബുക്കും പേനയൊക്കെ ആയിട്ട് ഇരുന്ന് നോട്ട്സ് ഒക്കെ എഴുതിയാണ് പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. If not, please do so. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് മാത്തമാറ്റിക്കൽ മോഡൽസ് ആണ്. അപ്പം നമുക്കിപ്പോൾ സപ്ലൈ ചെയിൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ സോഫ്റ്റ്വെയർസിന്റെ അത് നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാര്യങ്ങൾ റൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മാത്തമാറ്റിക്കൽ മോഡൽസ്. വി ഹാവ് n number of proven mathematical models across the supply chain. സോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാത്തമാറ്റിക്കൽ മോഡൽസ് ആണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ബൈ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ mathematical model is a structured and quantitative way to represent the real world problems using numbers, equation and logical representation to analyze the constraints, quantify the trade-offs to identify the best solutions എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും ഒന്ന് ഡൈജസ്റ്റ് ആയി വരാൻ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ സപ്ലൈ ചെയിൻ ഓരോ ദിവസവും വി ആർ മേക്കിംഗ് n number of സപ്ലൈ ചെയിൻ ഡിസിഷൻസ് അല്ലേ. എവിടെ പ്ലാന്റ് വേണം, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് സപ്ലയർ വേണം, എങ്ങനെ ഷിപ്പ് ചെയ്യണം, അത് കസ്റ്റമറിന്റെ അടുക്കൽ എത്തിയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രോസസ് ചെയ്യണം തുടങ്ങി there will be thousands of decisions happening simultaneously. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡിസിഷൻസിനെയൊക്കെ നമ്മൾ ഒരു സോഫ്റ്റ്വെയറിലോട്ട് ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ സോഫ്റ്റ്വെയറിനെ പഠിപ്പിക്കണമല്ലോ. അപ്പൊ ആ സോഫ്റ്റ്വെയറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മാത്തമാറ്റിക്കൽ മോഡൽസ് ഉള്ളത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ സ്ട്രക്ചേർഡ് ക്വാണ്ടിറ്റേറ്റീവ് വേ ടു റെപ്രസെന്റ് ദ റിയൽ വേൾഡ് പ്രോബ്ലംസ്. ഓക്കെ, ഒന്നെന്താന്ന് പറയുന്നത് റെപ്രസെന്റ് ദ റിയൽ വേൾഡ് പ്രോബ്ലംസ്. ഓക്കെ, യൂസിങ് വാട്ട്? Using numbers and then equation and logical representation. Okay, real world problems in equation അതേപോലെ ലോജിക്കൽ റെപ്രസെന്റേഷൻ ആൻഡ് അതുപോലെ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. ആൻഡ് ദെൻ എന്നിട്ട് നമ്മൾ പറയാണ് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യും. ആൻഡ് എന്ത് കൺസ്ട്രെയിൻസ് വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പ്. കൺസ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിയൽ വേൾഡിലുള്ള റെസ്ട്രിക്ഷൻസ് ആണ്, അത് അനലൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ബാലൻസ് ട്രേഡ് ഓഫ്സ്, അതായത് എന്റെ കപ്പാസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ഞാൻ കപ്പാസിറ്റി കൂട്ടാൻ നിന്ന് കഴിഞ്ഞാൽ ചെലവ് കൂടും. അപ്പൊ കപ്പാസിറ്റി കുറച്ചൊന്ന് ഒരു സ്റ്റാൻഡേർഡ് ആക്കി നിർത്താം. ആൻഡ് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ പ്ലാന്റ് ഡേ ആൻഡ് നൈറ്റ് റൺ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ട്രേഡ് ഓഫ്സ് നടക്കുന്നത് ഒക്കെ അത് അനലൈസ് ചെയ്യും. ആൻഡ് ദെൻ ഐഡന്റിഫൈ ദ ബെസ്റ്റ് സൊല്യൂഷൻസ്. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പം ഫോർ ദ ടൈം ബീങ് നിങ്ങൾ പ്ലീസ് ബി ഇൻ ദ അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് there is something called mathematical models that will help us to make the better decisions. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്കൽ മോഡൽസിന്റെ അകത്ത് 4 കോർ കമ്പോണൻസ് ആണുള്ളത്. 1 ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, 2 ഡിസിഷൻ വേരിയബിൾസ്, 3 കൺസ്ട്രെയിൻസ്, 4 സൊല്യൂഷൻ. ഓക്കെ, അപ്പം ഇത് ഫുൾ ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഫുൾ ഒന്ന് കാണുക, ഇൻക്ലൂഡിങ് എക്സാമ്പിൾ. അത് കഴിഞ്ഞിട്ട് ഡൈജസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ, കാരണം ഇത് ഒരു ആദ്യം ഒന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഒരു ഹോളിസ്റ്റിക് പിക്ചർ കിട്ടും വാട്ട് ഈസ് മാത്തമാറ്റിക്കൽ മോഡൽ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകൂടെ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൽ നല്ല ക്ലാരിറ്റി കിട്ടുന്നത്. ഓക്കെ, കാരണം ഈ ഒരു ടോപ്പിക്, ഈ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ എന്നുള്ളത് നമ്മുടെ എക്രോസ് സപ്ലൈ ചെയിൻ്റെ അകത്ത് എല്ലാ പില്ലേഴ്സിലും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമ്പോണന്റ് എടുക്കുകയാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉള്ളത് എന്റെ ഒബ്ജക്റ്റീവ് എന്താണ്. ഓക്കെ, സോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഗോൾ ഓഫ് ദ മോഡൽ, വാട്ട് ആർ വി ട്രൈങ് ടു ഒപ്റ്റിമൈസ് ഓർ വാട്ട് ആർ വി ട്രൈങ് ടു അച്ചീവ്. അപ്പൊ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. വാട്ട് ആർ വി ട്രൈങ് ടു അച്ചീവ്, അല്ലെങ്കിൽ ദ ഒബ്ജക്റ്റീവ്, ദ ഗോൾ ഓഫ് ദ മോഡൽ. ആൻഡ് ദെൻ ഇറ്റ് ക്യാൻ ബി ഐദർ മിനിമൈസ് കുറയ്ക്കുക ഓർ മാക്സിമൈസ് കൂട്ടുക. അപ്പൊ നമ്മൾ മിനിമൈസ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിൻ്റെ അകത്ത് എന്തൊക്കെയായിരിക്കും മിനിമൈസ് ചെയ്യുന്നത്? നമ്മൾ ഒബ്വിയസ്ലി കോസ്റ്റ്, സപ്ലൈ ചെയിൻ കോസ്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യണം. 2 ഡിസ്റ്റൻസ് എന്തായിരിക്കും? ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സിൽ വരുമ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ കുറയ്ക്കണം. 3 ടൈം ടേക്കൺ ടു പ്രൊഡ്യൂസ് ഓർ ടൈം ടേക്കൺ ടു ഡെലിവർ ദ ഗുഡ്സ് ഓർ സർവീസസ്. അപ്പം അത് നമുക്ക് കുറയ്ക്കണം. അതപ്പം എന്താണ്? മിനിമൈസ് ആണ്. അതേപോലെ തന്നെ മാക്സിമൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂട്ടുന്ന എന്തായിരിക്കും? പ്രോഫിറ്റ് അല്ലെ, പ്രോഫിറ്റ് കൂട്ടുക. അതേപോലെ തന്നെ സർവീസ് ലെവൽസ്, അതായത് കസ്റ്റമേഴ്സിന് നമ്മൾ സർവീസ് ചെയ്യുന്ന സർവീസ് പോയിന്റ്സ് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ളതാണ്, ഇതൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഇതാണ് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ നമ്മളുടെ ഗോൾ എന്താണ്. ഓവറോൾ നമ്മളുടെ ഗോൾ എന്താണ്? ആൻഡ് ദെൻ അത് ഒന്നെങ്കിൽ മിനിമൈസ് ആയിരിക്കും അല്ലെ മാക്സിമൈസ് ആയിരിക്കും. ഇതിനെ നമ്മൾ എപ്പോഴും Z വെച്ചിട്ടാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ അടുത്തതാണ് ഡിസിഷൻ വേരിയബിൾസ്. ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ആ പേര് പറയുന്ന പോലെ തന്നെ ഡിസിഷൻ, വാട്ട് ഓൾ ആർ ദ ഡിസിഷൻ ഐ ഹാവ്. എന്റെ ഒരു തീരുമാനം എന്ന് ഞാൻ പറയുമ്പോൾ എന്താണ്? സംതിങ് ഐ ക്യാൻ കൺട്രോൾ അല്ലെ. ഞാൻ ഒരു തീരുമാനം എടുക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്താണ്? ഐ ഹാവ് കൺട്രോൾ ഓവർ ദാറ്റ്. അഗ്രി? ഓക്കെ, അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് നോക്കിയേ, ക്വാണ്ടിറ്റീസ് ഓർ ചോയ്സസ് ദാറ്റ് വി ക്യാൻ കൺട്രോൾ ടു അച്ചീവ് ദ ഗോൾ അല്ലെ. എനിക്ക് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ പോകണം.
അപ്പൊ ഞാനൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ പോകണം, ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. അപ്പൊ ആ ട്രെയിനിൽ പോകണോ, ബസ്സിൽ പോകണോ, അല്ലെങ്കിൽ എന്താണ് ക്യാബ് വിളിച്ച് പോകണോ എന്നുള്ളതൊക്കെ എന്താണ്, ആ ഒരു തീരുമാനത്തിൽ എനിക്ക് കൺട്രോൾ ഉണ്ട്. അപ്പൊ ആ തീരുമാനത്തിനനുസരിച്ച് എനിക്ക് ആ ഡിസിഷൻ, അതിനെയാണ് നമ്മൾ ഡിസിഷൻ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിസിഷൻ ഞാൻ മാറ്റി കഴിഞ്ഞാൽ, പെട്ടെന്ന് ചെല്ലണമെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രെയിനിൽ പോവാം, അല്ലെങ്കിൽ കുറച്ച് ഒരു ഡിലേ ആണെങ്കിലുണ്ട് ബസ്സിൽ പോവാം, അതല്ലെങ്കിൽ എനിക്ക് വേറെ എന്താണ് 2 വീലറോ 4 വീലറോ എല്ലാം യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ പോവാം. അപ്പൊ ആ ഒരു എന്താണ്, ആ ചോയ്സസ്, അതിനെയാണ് നമ്മൾ ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറയുന്നത്. സംതിങ് വി ഹാവ് കൺട്രോൾ ഓവർ. ഓക്കെ, സോ ക്വാണ്ടിറ്റി ഓർ ചോയ്സസ് ദാറ്റ് വി ക്യാൻ കൺട്രോൾ ടു അച്ചീവ് ദ ഗോൾ. ഓക്കെ, അതിലപ്പം കണ്ടിന്യൂസ് വേരിയബിൾസ് വരും. കണ്ടിന്യൂസ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഫ്രാക്ഷണൽ നമ്പേഴ്സും വരാം, 1, 1.5 അല്ലെ 1.8, 2, 2, 3, അങ്ങനെ എന്ത് വേണേലും വരാം. രണ്ട് ഇന്റിജർ എന്ന് പറയുമ്പോൾ ഹോൾ നമ്പേഴ്സ് ആയിരിക്കും, നോ ഫ്രാക്ഷൻസ്, 1, 2, 3, 4 അങ്ങനെ. ആൻഡ് ദെൻ ബൈനറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 or 1. അപ്പൊ നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ക്യാൻ ബി കണ്ടിന്യൂസ് ഡിസിഷൻ വേരിയബിൾ. ഫോർ എക്സാമ്പിൾ, എനിക്ക് 125 കിലോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, 125 കിലോ മുളക് പൊടി ഉണ്ടാക്കണം. അപ്പൊ അതെന്താണ്, കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. ഓക്കെ, രണ്ടാമത്തതാണ് ഇന്റിജർ എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രക്സ്. 1.5 ട്രക്ക് എന്ന് നമ്മൾ പറയില്ല. ഞാൻ ഒരു ട്രക്ക് മേടിക്കുന്നു, അല്ലെ 2 ട്രക്ക് മേടിക്കുന്നു, അല്ലെ 3 ട്രക്ക് മേടിക്കുന്നു, അല്ലെ, അതിൽ 1.5 ട്രക്ക് ഞാൻ മേടിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. മൂന്നാമത്തതാണ് ബൈനറി എന്ന് പറഞ്ഞാൽ 0 or 1. അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇഫ് പ്ലാന്റ് ഓപ്പൺ 1, ഇഫ് നോട്ട് 0, അല്ലെങ്കിൽ ഇഫ് ഡിമാൻഡ് മെറ്റ് ദെൻ 1, ഇഫ് ഡിമാൻഡ് ഈസ് നോട്ട് മെറ്റ് ദെൻ 0. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് ഈ ബൈനറി വേരിയബിൾ വരുന്നത്. മൂന്നാമത്തേതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്, കൺസ്ട്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിയൽ വേൾഡ് റെസ്ട്രിക്ഷൻസ്. ഓക്കെ, അപ്പം കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആസ് ദ വേർഡ് സേസ് ദ റിയൽ വേൾഡ് റെസ്ട്രിക്ഷൻസ്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, അതേപോലെ ഈക്വൽ ടു ഉണ്ട്. ഇത് മൂന്നുമാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്താൽ കപ്പാസിറ്റി ലിമിറ്റ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു മാസം എന്റെ പ്ലാന്റിൽ ആകെ 1000 യൂണിറ്റ്സ് എന്താണ് പ്രൊഡക്റ്റേ പറ്റുള്ളൂ, 1000 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സേ പറ്റുള്ളൂ. അതെന്ന് പറയുന്നത് എന്റെ ഒരു റിയൽ വേൾഡ് റെസ്ട്രിക്ഷൻ ആണ്, അല്ലെ? കാരണം 1000 യൂണിറ്റ് എനിക്ക് പറ്റുള്ളൂ ഒരു മാസം പ്രൊഡ്യൂസ് ചെയ്യാൻ. അതിന്റെ അപ്പം ഞാൻ അതിന്റെ അപ്പുറത്തോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പൊ അതെന്താണ്, അതൊരു റിയൽ വേൾഡ് റെസ്ട്രിക്ഷൻ ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ എന്റെ ഡിമാൻഡ് എന്തായിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 യൂണിറ്റ്സ്. ഗെറ്റിംഗ് ഇറ്റ്? രണ്ടാമത്തേതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അത് നമ്മൾ ഡിമാൻഡിന്റെ ടേംസിൽ പറയാണ്. നമുക്കാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് എന്റെ കമ്പനിയിലായിട്ട് ഒരു 1000 യൂണിറ്റ്സിന്റെ ഡിമാൻഡ് ഉണ്ട്. അപ്പം ഞാൻ അതിനനുസരിച്ച് ഷിപ്പ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1000. എഗ്രി? അതായത് നമുക്ക് 1000 യൂണിറ്റ്സിന്റെ ഡിമാൻഡ് ഉണ്ട്, ഞാൻ ഷിപ്പ് ചെയ്യുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1000, അല്ലെ? മിനിമം 1000 എങ്കിലും ഞാൻ പറഞ്ഞ കസ്റ്റമറുടെ അടുക്കൽ എത്തിയിരിക്കണം. ഓക്കെ, മൂന്നാമത്തേതാണ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ലേബർ ഹവേഴ്സ്. അതായത് നമുക്ക് ഒരു ദിവസം ഒരു വർക്കറെ, നമുക്ക് ഒരു എംപ്ലോയിയെ നമുക്ക് 9 hours ആയിരിക്കും നമ്മളുടെ വർക്കിംഗ് അവേഴ്സ് എന്നിരിക്കട്ടെ. അപ്പം ഗിവൺ ദാറ്റ് നമുക്ക് അത് കൂടുതൽ പോകാൻ പറ്റുമോ? ദാറ്റ് ഈസ് ഇല്ലീഗൽ, അല്ലെ? 10-12 മണിക്കൂർ വർക്ക് ചെയ്യിക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് ഇല്ലീഗൽ. നമുക്ക് അതിൽ കുറച്ച് കൊണ്ടുപോയാൽ ശരി, 7 മണിക്കൂർ മതി എന്ന് വെച്ചാൽ അത് എനിക്ക് പ്രോഫിറ്റബിൾ ആണോ? ആസ് എ ബിസിനസ് ഓണർ എനിക്ക് പ്രോഫിറ്റബിൾ ആണോ? അതുമല്ല. അപ്പൊ അവിടെയാണ് നമ്മൾ ഈക്വൽ ടു പറയുന്നത്. കറക്റ്റ് 9 hours ദാറ്റ് എംപ്ലോയി ഷുഡ് ബി വർക്കിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കൺസ്ട്രെയിൻസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് സൊല്യൂഷനിലോട്ട് വരുമ്പോൾ എന്താണ്, ദ ഫൈനൽ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ഡിസിഷൻ വേരിയബിൾസ്. ഓക്കെ, ആൻഡ് അതായത് ഇതിന്റെ അകത്ത് ഈ ഡിസിഷൻ വേരിയബിളിനെയാണ് നമ്മൾ പല ഐറ്ററേഷനിൽ കൂടെ കടത്തി വിടുന്നത്. അപ്പം നമ്മളുടെ അതിന് കിട്ടുന്ന ഫൈനൽ സെറ്റ് ഓഫ് വാല്യൂവിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൊല്യൂഷൻ വിൽ ബി സാറ്റിസ്ഫൈങ് ഓൾ ദീസ് കൺസ്ട്രെയിൻസ് ഓൾസോ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫീസിബിൾ എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ടുള്ള ഒരു സൊല്യൂഷൻ. 2 ഒപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് n number of feasible solutions the best one. ഓക്കെ, മൂന്നാമത്തേതാണ് ഇൻഫീസിബിൾ, അതായത് പ്രാക്ടിക്കൽ അല്ല, ദാറ്റ് വിൽ വയലേറ്റ് അറ്റ്ലീസ്റ്റ് 1 constraint. ഓക്കെ, നമ്മൾ അഗൈൻ ഒരു G-Ride എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മൾ ഒരു അസംഷൻ വരെയാണ്, ഇതിന്റെ പ്ലാൻ ഹൈദരാബാദ് ആണ്, ഒരു വെയർ ഹൗസ്, അതായത് ഒരു കസ്റ്റമർ ലൊക്കേഷൻ ഈസ് ഇൻ ഡൽഹി, അനദർ വൺ ഈസ് ഇൻ കൊച്ചി. അപ്പം നമുക്ക് 2 കസ്റ്റമർ ലൊക്കേഷൻ ഉണ്ട്, രണ്ടിടത്തേക്ക് നമുക്ക് നമ്മുടെ സ്കൂട്ടേഴ്സ് കയറ്റി അയക്കണം, ആൻഡ് അതിനൊരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഉണ്ട്. അപ്പൊ നമ്മൾ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഈ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, I have a plant in Hyderabad. Okay, this is my plant 1. Okay, this is in Hyderabad. Okay, Hyderabad. Okay, now I have 2 customer locations. One is Delhi. Okay, say ഇത് എന്റെ വെയർ ഹൗസ് ആണെന്ന് ഇരിക്കട്ടെ.
ഓക്കെ, ഇതെന്റെ വെയർ ഹൗസ് ആണെന്നിരിക്കട്ടെ, ഡൽഹി. അനദർ വൺ ഈസ് ഇൻ കൊച്ചി. ഓക്കെ, അനദർ വൺ ഈസ് ഇൻ കൊച്ചി. എനിക്ക് 2 കസ്റ്റമർ ലൊക്കേഷനും ഉണ്ട്. മനസ്സിലായല്ലോ? ആൻഡ് ഇനി ഞാൻ അടുത്തത് ഓരോ വാല്യൂസ് പറയാണ്. ഇവിടെ എന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഹൈദരാബാദ് പ്ലാന്റിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1000 യൂണിറ്റ്സ്. യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ 1000 സ്കൂട്ടേഴ്സ് പെർ മന്ത്. ഓക്കെ, ആൻഡ് ഇവിടെ ഡൽഹിയിലേക്ക് വേണ്ടുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് 300 യൂണിറ്റ് പെർ മന്ത്. 300 യൂണിറ്റ് ആണ് ഡൽഹിയിലേക്ക് വേണ്ടുന്നത്. ആൻഡ് കൊച്ചിയിലേക്ക് വേണ്ടുന്നത് 400 യൂണിറ്റ് പെർ മന്ത്. അപ്പൊ നമുക്ക് നമ്മുടെ ഡിമാൻഡ് മനസ്സിലായി. ആൻഡ് ഇതിന്റെ ഇനിയിപ്പം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നോക്കുകയാണ്. ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് അതായത് ഒരു സ്കൂട്ടർ ഹൈദരാബാദിൽ നിന്ന് ഡൽഹിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഐ നീഡ് ₹6 പെർ യൂണിറ്റ്. ഓക്കെ, ആൻഡ് ദെൻ ഹൈദരാബാദ് ടു കൊച്ചി ആവുമ്പോൾ ₹8 പെർ യൂണിറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അസംഷൻ, അതായത് ഈ ഒരു സ്റ്റോറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്കൊരു പ്ലാന്റ് ഉണ്ട് ഹൈദരാബാദിൽ, അതിന്റെ കപ്പാസിറ്റി 1000 ആണ്. എനിക്ക് 2 കസ്റ്റമർ ലൊക്കേഷൻ ഉണ്ട്. വൺ ഈസ് ഡൽഹി, they have 300 unit per month demand, and then in Kochi 400 units per month, and then നമുക്ക് transportation cost ഉണ്ട് 6 and 8 rupees for per unit. ഓക്കെ, അപ്പം ഇനി നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓവറോൾ സപ്ലൈ ചെയിൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. സോ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഞാൻ എന്താണ് നമ്മളുടെ മാത്തമാറ്റിക്കൽ മോഡൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വിൽ ബി ഡിനോട്ടിങ് ആസ് Z. സോ നമ്മൾ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ minimize total transportation cost. Okay, transportation cost. ഞാൻ ഈ പറഞ്ഞ നമ്മുടെ സ്റ്റോറി ഞാൻ മാത്തമാറ്റിക്കൽ മോഡൽ ആക്കുകയാണ്. നോക്കിക്കോ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന്. ദ ഫസ്റ്റ് വൺ ഈസ്, ഞാൻ പറഞ്ഞു ഡിമാൻഡ് അല്ലേ, അതായത് പ്ലാന്റിന്റെ കപ്പാസിറ്റി നമ്മൾ പറഞ്ഞു ആൻഡ് ഡിമാൻഡ് പറയുന്നു. സോ ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മൾക്ക് കൺട്രോൾ ഉള്ള കാര്യം എന്താണ്? നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഓരോ ലൊക്കേഷനിലോട്ടും കയറ്റി അയക്കുന്ന നമ്പേഴ്സ് എത്രയാണെന്നുള്ളതാണ് ഇതിൽ നമുക്ക് കൺട്രോൾ ഉള്ള കാര്യം അല്ലേ. കാരണം അവിടുന്ന് വരുന്ന കസ്റ്റമർ ഡിമാൻഡ് 300 എന്നുള്ളത് അത് പറ്റില്ല, 200 പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ദെൻ ഈ പ്ലാന്റിന്റേത് 1000 യൂണിറ്റ്സ് എന്നുള്ളത് പറ്റത്തില്ല, ഞാൻ നാളെ തൊട്ട് 2000 ആക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് നടക്കുന്നത് എന്താണ്, പ്ലാൻ ലെവലിലാണ്. അതായത് സ്ട്രാറ്റജിക് ഡിസിഷൻ അല്ല, ഇത് ഒരു ലെവലിലൂടെ താഴെയാണ്. നിങ്ങൾ അസ്യൂം യു ആർ ആസ് എ എന്താണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ പേഴ്സൺ ഇൻ ചാർജ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ സൂപ്പർവൈസറോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ മാനേജറോ അങ്ങനെ ഒരു റോളിലുള്ള ആളാണെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ ആ ഒരു പ്ലാന്റിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾക്ക് ഒരു പരിധിയുണ്ട് അല്ലേ. നിങ്ങൾക്ക് ആ പുതിയ പ്ലാന്റ് പണിതോളാനോ അല്ലെങ്കിൽ പറ്റത്തില്ല, ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനോ അതിനുള്ളൊരു ഒരു പവർ അത് നിങ്ങളുടെ പെർവ്യൂവിൽ വരുന്ന കാര്യമല്ല. സോ വാട്ട് യു ക്യാൻ ഡിസൈഡ് ഈസ് ഹൗ മച്ച് ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം എന്നുള്ളത്, അല്ലെങ്കിൽ ഹൗ മെനി സ്കൂട്ടേഴ്സ് പെർ മന്ത് യു ക്യാൻ ഷിപ്പ് ടു ഡൽഹി ഓർ കൊച്ചി. അതാണ് നിങ്ങൾക്ക് ആകെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പൊ അതാണ് നമ്മളുടെ ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നമ്മളുടെ ഡിസിഷൻ വേരിയബിൾസ് എഴുതുകയാണ്. ഒന്ന് ഡിസിഷൻ വേരിയബിൾസ്, ഇതിനെ ഞാൻ എന്താണ് ഹൈദരാബാദ് ടു ഡൽഹിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് സ്കൂട്ടേഴ്സിനെ ഞാൻ എന്താണ് X1 എന്ന് എടുക്കുകയാണ്. സോ X1. ഓക്കെ, X1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഫ്രം ഹൈദരാബാദ് ടു ഡൽഹി. ഓക്കെ, രണ്ടാമത് X2 എന്തായിരിക്കും, ഹൈദരാബാദ് ടു കൊച്ചി. ഓക്കെ, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഫ്രം ഹൈദരാബാദ് ടു കൊച്ചി. ഓക്കെ, കിട്ടിയല്ലോ. ഇനി ഞാൻ അടുത്തത് നോക്കുകയാണ്. എന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, മിനിമൈസ് ദ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു നമ്മൾ Z വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പം അതിലെന്താണ്, മിനിമൈസ് ദ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇവിടെ തന്നേക്കുന്നത് എന്താണ്, യൂണിറ്റ് ആണ് അല്ലെ, പെർ യൂണിറ്റ് കോസ്റ്റ് ആണ്. അപ്പം ഞാൻ ഇവിടുന്ന് 300 യൂണിറ്റ് ഞാൻ ഹൈദരാബാദിൽ നിന്ന് ഡൽഹിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും, 300 × 6 ആയിരിക്കുമല്ലോ. എഗ്രി? ഓക്കെ, സോ ഇത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 6 × X1. X1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഫ്രം ഹൈദരാബാദ് ടു ഡൽഹി, പ്ലസ് അടുത്ത എന്താണ് 8 × നമ്പർ ഓഫ് യൂണിറ്റ്സ് ഫ്രം ഹൈദരാബാദ് ടു കൊച്ചി, അത് X2 ആയിട്ട് എടുത്തു.
ഡൺ. ആൻഡ് ദെൻ അടുത്തത് നമ്മൾ നോക്കുകയാണ്. അപ്പൊ ഇത് മിനിമൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ എന്താണ് ഒബ്ജക്റ്റീവ്. അപ്പം ഇതിൽ ഞാൻ എന്തിനാണ് x1 x2 എന്ന് എഴുതിയത്? എനിക്ക് എന്തുകൊണ്ട് ഞാൻ 300 or 400 എന്ന് എഴുതിയില്ല? ദ റീസൺ ബീയിങ്, എനിക്കറിയില്ല എത്ര ട്രാൻസ്പോർട്ട് ചെയ്താലാണ് കോസ്റ്റ് കുറയാന്നുള്ളത്. അവർ പറയുന്നത് അവിടെ 300 ഡിമാൻഡ് ഉണ്ട്, അല്ലെ കൊച്ചിയിൽ 400 ഡിമാൻഡ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷെങ്കിൽ ഇത് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയുന്ന രീതിയിൽ എനിക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്കത് ആ ക്വാണ്ടിറ്റി അതേപോലെ അത് എഴുതാൻ പറ്റില്ല. കാരണം എന്റെ ഒബ്ജക്റ്റീവ് ഷിപ്മെന്റിന്റെ കോസ്റ്റ് കുറയ്ക്കാന്നുള്ളതാണ്. അപ്പം ഞാൻ ഇനി അടുത്തത് നോക്കുന്നത് എന്തൊക്കെ കൺസ്ട്രെയിൻസ് ആണുള്ളത്, അല്ലെ, എനിക്കുള്ള റിയൽ വേൾഡ് റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. സോ ദാറ്റ് ഷുഡ് ബി, അതായത് കൺസ്ട്രെയിൻസ് ഞാൻ എഴുതുകയാണ്. കൺസ്ട്രെയിൻസ് നോക്കിക്കഴിഞ്ഞാൽ x1 plus x2 ഷുഡ് ബി ലെസർ ദാൻ ഓർ ഈക്വൽ ടു 1000. ഈ 1000 എവിടുന്ന് വന്നു? പ്ലാന്റിന്റെ കപ്പാസിറ്റി. അതായത് ഏത് ലൊക്കേഷനിൽ നിന്നൊക്കെ വരുന്ന ഡിമാൻഡ് ആണെങ്കിലും ശരി, ഇതെല്ലാം കൂടെ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ 1000-ന് താഴെ നിൽക്കാൻ പാടുള്ളൂ. അതായത് ഏതൊക്കെ ലൊക്കേഷനിലോട്ട് ഞാൻ കയറ്റി അയക്കുന്നതാണെങ്കിലും, അതായത് ബീറ്റ് ഹൈദരാബാദ് ടു ഡൽഹി പ്ലസ് ഹൈദരാബാദ് ടു കൊച്ചി, അത് രണ്ടുകൂടെ സമ്മ് ചെയ്താലും എന്റെ പ്ലാന്റിന്റെ കപ്പാസിറ്റിയെക്കാട്ടിലും താഴെ എനിക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, കൺസ്ട്രെയിൻ മനസ്സിലായല്ലോ. അടുത്തതാണ് ഡിമാൻഡ് കൺസ്ട്രെയിൻ. ഡിമാൻഡ് കൺസ്ട്രെയിൻ പറയുമ്പോൾ എന്താണ്? നമ്മളുടെ x1 എന്ന് പറയുന്നത് എന്താണ്? ഹൈദരാബാദ് ടു ഡൽഹി ആണ്, അല്ലെ. x1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 300. അതായത് അവർ മിനിമം 300 ചോദിച്ചിട്ടുണ്ട്. അപ്പം മിനിമം അത്രയെങ്കിലും കയറ്റി അയക്കാൻ എനിക്ക് പറ്റണം. രണ്ടെന്താണ്? x2 എന്ന് പറയുന്നത് ഹൈദരാബാദ് ടു കൊച്ചി. അപ്പൊ അത് എത്രയാണ്? 400. അതായത് ഇത് രണ്ടും ഡിമാൻഡ് കൺസ്ട്രെയിൻസ് ആണ്. മനസ്സിലായല്ലോ. മൂന്നാമത്തേതാണ് നമ്മൾ ഇൻ ജനറൽ നമ്മൾ എല്ലാ കേസിലും യൂസ് ചെയ്യുന്നതാണ് x1 x2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇത് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് നെഗറ്റീവ് ഡിമാൻഡ്, നെഗറ്റീവ് കാര്യങ്ങൾ കയറ്റി അയക്കാൻ പറ്റില്ല. അതിപ്പം ഇതിന് വേണ്ടിയിട്ട് അപ്പം എന്തിന് നമ്മൾ ഇങ്ങനെ 1 by 1 ഡിസൈഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് സംതിങ് വി ആർ ടീച്ചിങ് ടു ദ സോഫ്റ്റ്വെയർ ആൻഡ് ദെൻ ദിസ് ഈസ് സംതിങ് ഹാപ്പനിങ് അറ്റ് ദ എൻഡ് ഓഫ് ബാക്ക് എൻഡ് ഓഫ് ദ സോഫ്റ്റ്വെയർ. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് 1 by 1 ആയിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കൺസ്ട്രെയിൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നോക്കുകയാണ് ഇതിന്റെ സൊല്യൂഷൻ പല ഐട്രേഷനിൽ കൂടെ നമ്മൾ പോകും. അതായത് 300 നമ്മൾ ഡൽഹിക്ക് വിട്ടു, ആൻഡ് 400 കൊച്ചിക്ക് വിട്ടു, പ്ലസ് അതിന്റെ കൂടെ തന്നെ അഡീഷണൽ ഒരു 100 കൊച്ചിക്ക് വിട്ടു, 200 നമ്മൾ ഡൽഹിക്കൂടെ വിട്ടു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് എത്ര ആയിരിക്കും? അതേപോലെ അടുത്ത ഐട്രേഷനിൽ നോക്കുകയാണ് 500 ഡൽഹിക്കും ആൻഡ് ദെൻ ബാക്കിയുള്ള 500 കൊച്ചിക്കും വിട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് എത്ര ആയിരിക്കും? അങ്ങനെ നമ്മൾ പല ഐട്രേഷനിൽ കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫൈനൽ ഡിസിഷനിലെത്തും. ദാറ്റ് വിൽ ബി നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 6 into 1000 minus 400 plus 8 into 400. ഓക്കെ, അതായത് കൊച്ചിയിലോട്ടുള്ള യൂണിറ്റ് കോസ്റ്റ് ആണല്ലോ കൂടുതൽ. സോ കൊച്ചിയിലോട്ടുള്ള ഡിമാൻഡ് എന്താണെങ്കിലും അത്രയുമേ നമ്മൾ അയക്കുന്നുള്ളൂ, കൂടുതൽ അയക്കുന്നില്ല. ബാലൻസ് വരുന്നതെല്ലാം കൂടി നമ്മൾ ഡൽഹിക്ക് അയക്കുകയാണ്. കാരണം അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റ് കോസ്റ്റ് കുറവാണ്. സോ നമുക്കിപ്പം 6 into ഇത് 600 കിട്ടും. അപ്പൊ 6 into 600 എന്നുള്ള 3600 കിട്ടും. പ്ലസ് 4 into 8 എന്ന് പറയുമ്പോൾ 3200 കിട്ടും. സോ ഓവറോൾ വിൽ ബി 6800 ആയിരിക്കും. 6800 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഓവറോൾ കോസ്റ്റ്. ഓക്കെ, സോ അപ്പം ഇതാണ് മിനിമം കോസ്റ്റ്. സോ നിങ്ങൾ ഈ ഒരു 2 പെയർ അല്ലാതെ വേറെ ഏത് ക്വാണ്ടിറ്റി ഇതിലെടുത്താലും യുവർ കോസ്റ്റ് വിൽ ബി ഹയർ ദാൻ ദിസ്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ഡയറക്റ്റ് ഈവൻ ദോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കാണിച്ചാലും ആക്ച്വലി ഇത് നമ്മൾ 1 by 1 എടുത്തെടുത്ത് ചെയ്യും. അതായത് ഒരു 10 ഐട്രേഷൻ പോവായിരിക്കാം. ആദ്യം ഡൽഹിയിലെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നു, വന്നിട്ട് കൊച്ചിയിലെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നു, ബാലൻസ് ഉള്ള ക്വാണ്ടിറ്റി രണ്ടിടത്തുമായിട്ട് ഡിവൈഡ് ചെയ്ത് പല ചോയ്സസിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ കിട്ടുന്നതായിരിക്കും ഈ ഒരു ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഞാൻ എങ്ങനെയാണ് ഇത് സോർട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിൽ എന്തൊക്കെ സംസാരിച്ചു? നമ്മളുടെ സ്റ്റോറി എന്താണെന്ന് നമ്മൾ സംസാരിച്ചു, നമ്മളുടെ ഡിസിഷൻ വേരിയബിൾസ് എന്താണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു, ആൻഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു, കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു, നമുക്ക് സൊല്യൂഷൻ കിട്ടി. അപ്പൊ ആ സൊല്യൂഷന്റെ അകത്ത് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട്, ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ട്, ആൻഡ് ഇൻഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട്. അപ്പം ഈ കേസിൽ അതായത് നമ്മളുടെ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫീസിബിൾ സൊല്യൂഷന്റെ x1 x2 എന്ന് പറയുന്ന വാല്യൂ വരുമ്പം ഇത് 600 ഇത് 400 ആയിരിക്കും. ഇത് തന്നെ ആയിരിക്കും ഒപ്റ്റിമൽ എന്താണ്? ഇപ്പൊ നമ്മളാണ് ഇതിന്റെ അകത്ത് പല ഐട്രേഷൻ ചെയ്തു. വി ഹാവ് ഗോട്ട് സം 3 or 4 ഫീസിബിൾ സൊല്യൂഷൻസ്, ഔട്ട് ഓഫ് വിച്ച് ദ ബെസ്റ്റ് വൺ, അതാണ് ഒപ്റ്റിമൽ എന്ന് പറയുന്നത്. അത് അഗൈൻ ഈ ഒരു ചോയ്സ് തന്നെ ആയിരിക്കും. ഓക്കെ,
ആൻഡ് ദെൻ ഇൻഫീസിബിൾ എന്തായിരിക്കും? ഇൻഫീസിബിൾ എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു കൺസ്ട്രെയിൻ വയലേറ്റ് ചെയ്യുന്ന കേസിനെയാണ് നമ്മൾ ഇൻഫീസിബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ഡൽഹിയിലോട്ടുള്ള 300 ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 800 കൊച്ചിയിലേക്കും 200 ഡൽഹിയിലേക്കും കയറ്റി അയക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു ഡിമാൻഡ്, ഡൽഹിയിലെ ഡിമാൻഡ് ഈ ഒരു കൺസ്ട്രെയിൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് അത് ഇൻഫീസിബിൾ ആവും. അപ്പൊ ഇൻഫീസിബിൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫീസിബിൾ എന്ന് പറഞ്ഞാൽ 200 800. ഓക്കെ, സോ ഈ ഒരു കോൺസെപ്റ്റ് ഇതാണ്. ദിസ് ഈസ് കൈൻഡ് ഓഫ് എ സിംപ്ലസ്റ്റ് പ്രോബ്ലം ഫോർ ദ മാത്തമാറ്റിക്കൽ മോഡൽസ്. അപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സപ്ലൈ ചെയിൻ്റെ അകത്ത് സൈമൾട്ടേനിയസ്ലി ഇങ്ങനത്തെ തൗസൻഡ്സ് ഓഫ് ഡിസിഷൻസ് ആയിരിക്കും നടക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ലോജിക് എടുത്ത് നമ്മൾ കാര്യങ്ങൾ മാപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ എത്താൻ പറ്റുക. നോട്ട് ജസ്റ്റ് ബൈ ഇൻറ്റ്യൂഷൻ, നമുക്ക് കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലെ? നമ്മളുടെ ഈ മാത്തമാറ്റിക്കൽ മോഡലിന് ആകെ ഒരേ ഒരു ഒബ്ജക്റ്റീവേ ഉണ്ടായുള്ളൂ. വാട്ട് വാസ് ദാറ്റ്? മിനിമൈസ് ദ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഫോർ ദാറ്റ് വി ഹാവ് ഗോട്ട് ദ ആൻസർ അല്ലെ? പക്ഷെങ്കിൽ ഇത് മാത്രമാണോ ഇങ്ങനെ ഒരു സിനാരിയോയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു 600 യൂണിറ്റ്സ് നമ്മൾ ഡൽഹിയിലോട്ട് കയറ്റി വിട്ടു ഇൻസ്റ്റെഡ് ഓഫ് 300. കൊച്ചിയിലെ ഡിമാൻഡ് അതേപോലെ മീറ്റ് ചെയ്തു. പക്ഷെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡിമാൻഡ് തന്നെ നോക്കിക്കഴിയുമ്പോൾ, ഈ ഒരു ഡിമാൻഡ് നിങ്ങൾ രണ്ടെണ്ണം നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കമ്പാരിറ്റീവ്ലി ഡൽഹിയെക്കാട്ടിലും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് കൊച്ചിയിലാണ് അല്ലേ? അപ്പം എത്രയും പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലും കൊച്ചിയിലാണ്. അപ്പൊ അങ്ങനെ ഒരു സിനാരിയോ ഉള്ളപ്പം നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഡൽഹിയിലോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവിടത്തേക്ക് 2 മാസത്തേക്കുള്ളത് സെർവ് ചെയ്ത് ഇവിടത്തേക്ക് 1 മാസത്തേക്കുള്ളത് സെർവ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും പെട്ടെന്ന് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് എന്താണ് വീണ്ടും നമ്മൾ അഗൈൻ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. ആൻഡ് രണ്ടാമത്, നമ്മൾ ഈ 600 കയറ്റി അയക്കുമ്പോൾ ഈ പറഞ്ഞ വെയർ ഹൗസിൽ ഈ 600 സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? വി ഡോണ്ട് നോ അല്ലെ? അപ്പം അത് ഇനി സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും അത് അവിടെ ഒരു എക്സ്ട്രാ കോസ്റ്റ് ആവത്തില്ലേ? ഇൻവെന്ററി കോസ്റ്റ് കൂടുന്ന കാര്യമല്ലേ? അപ്പൊ അങ്ങനെയുള്ള വേറെ കുറെ ലോജിക്കൽ പ്രോബ്ലംസ് ഞാൻ ഇപ്പം തന്നെ എന്താണ് സ്പോട്ട് ചെയ്തു അല്ലെ? അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഹാസ് ഓൺലി ദിസ് ഒബ്ജക്റ്റീവ്. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയൊന്നും കൺസിഡർ ചെയ്യാഞ്ഞത്. സോ അപ്പം നമ്മുടെ ഈ മാത്തമാറ്റിക്കൽ മോഡൽസ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ്. അതായത് പ്യുവറായിട്ട് നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്ത് ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മളുടെ ആളുകളുടെ എക്സ്പീരിയൻസ്, ഹ്യൂമൻ എക്സ്പീരിയൻസ്, അതേപോലെ ആ ഒരു സിറ്റുവേഷനിലുള്ള ഡൈനാമിക്സ്, റിയൽ ടൈം ട്രാൻസ്പോർട്ടേഷൻ മോഡ്, അല്ലെങ്കിൽ അവിടെയുള്ള ഇൻവെന്ററി കോസ്റ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് ഇപ്പൊ നമ്മളൊരു ഫുൾ പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്. ഇതുപോലത്തെ ഒരു 10, 20, 30 ഒബ്ജക്റ്റീവ് നമുക്ക് ഈ പറഞ്ഞ ഒരു പ്രോബ്ലത്തിന്റെ അകത്ത് തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അന്നേരമാണ് ഇത് കുറച്ചെങ്കിലും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ആവുള്ളൂ അല്ലെ? അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും പെൻ ആൻഡ് പേപ്പർ പറ്റില്ല. ഫോർ ദാറ്റ് വി ഹാവ് സോഫ്റ്റ്വെയർസ് ആൻഡ് this is the logic happening at the back end of those softwares. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മോഡലിന് ഈ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു that we have achieved. ബട്ട് ഇതെന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ്. അല്ലാതെ നമുക്ക് ഇതിന്റെ പുറത്ത് പ്യൂർ ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. പകരം നമുക്ക് ഈ മോഡൽസ് യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. സോ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ വിത്ത് ദാറ്റ് നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ മാത്തമാറ്റിക്കൽ മോഡൽസിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സപ്ലൈ ചെയിന്റെ ഓരോ പില്ലേഴ്സിലും, ബി ഇറ്റ് പ്ലാനിംഗ്, ബി ഇറ്റ് പ്രൊക്യൂർമെന്റ്, ബി ഇറ്റ് പ്രൊഡക്ഷൻ, ബി ഇറ്റ് ഇൻവെന്ററി, ലോജിസ്റ്റിക്സ്, ഓൾ ദോസ് ഏരിയാസ് വി ഹാവ് dedicated proven mathematical models for those areas. So we will be discussing all those concepts in the coming videos. So അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനിയും തൊട്ടുള്ള വീഡിയോസിൽ നമ്മൾ എന്താണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് എക്സലിലായിരിക്കും. കാരണം വി ഹാവ് ഓപ്ഷൻസ് ടു ഡു ഓൾ ദീസ് തിങ്സ് ഇൻ എക്സൽ വിത്ത് ജസ്റ്റ് പുട്ടിംഗ് ദ നമ്പേഴ്സ് ഇൻ ഇറ്റ്. സോ ഇൻസ്റ്റെഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഇറ്റ് ഇൻ എ പെൻ ആൻഡ് പേപ്പർ 1 by 1 ചെയ്യുന്നതിന് പകരം ഈ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്തത്. വരുന്ന വീഡിയോസിൽ വി വിൽ ബി യൂസിങ് എക്സൽ ഫോർ ദാറ്റ്. സോ ഓക്കെ, സോ അപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ന് മാത്തമാറ്റിക്കൽ മോഡൽസ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ അകത്തുള്ള കോർ കമ്പോണൻസ്, അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഡിസിഷൻ വേരിയബിൾസ്, കൺസ്ട്രെയിൻസ് ആൻഡ് സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു, ആൻഡ് ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്തു. അപ്പം ഇനിയും വരുന്ന വീഡിയോസിൽ നമ്മൾ ഇതിന്റെ മോർ പ്രോബ്ലംസ് ആൻഡ് ഓൾസോ ആസ് വി ആർ ഇൻട്രൊഡ്യൂസിംഗ് ന്യൂ പില്ലേഴ്സ് വി വിൽ ബി ഡിസ്കസിംഗ് the proven mathematical models for all those supply chain pillars. So with അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.